ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഈ പിതാവ് എന്ന് പറയുമ്പോഴത്തേനും ഉടനെ അള്ളാഹു ആണെന്ന് പറഞ്ഞിട്ട് ഈ വഴിക്ക് വരരുതേ. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു പിതാവെ എന്ന് വിളിച്ച് പറഞ്ഞതുപോലെ അബ്ബാ പിതാവെ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ലഭിച്ചുവെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ അള്ളാഹുവിനെ ഒന്ന് പിതാവെ ഒന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് അപേക്ഷിക്കുകയോ ചെയ്യുമായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇനി ഖുറാനിൽ പറയാണ്, അതെന്തുകൊണ്ടെന്നാൽ അള്ളാഹു തന്നെയാണ് സത്യമായവൻ, അവൻ മരിച്ചവരെ ജീവിപ്പിക്കും, അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ്. 22-ാം അധ്യായം തീർത്ഥാടനം അതിൻ്റെ 6-ാമത്തെ ആയത്ത്. ഇവിടെയും മലക്ക് പറയുന്ന അള്ളാഹു സത്യമുള്ളവൻ ആണെന്ന്. യേശു സ്വയം പറയുന്നു ഞാൻ തന്നെ സത്യവുമാണെന്ന്. ഈ പ്രസ്താവനയിലൂടെ നിങ്ങളുടെ മലക്ക് പറഞ്ഞതും പ്രകാരം അള്ളാഹു ദൈവമാണെന്നുണ്ടെങ്കിൽ യേശുവും ദൈവം തന്നെയാണ്. യേശുവും ദൈവം തന്നെയാണ്. അതിനിപ്പോൾ എന്താ മാറ്റം?